ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു നാനോൻ്റെ പെട്രോൾ ലീക്ക്, ഇതാണ് പെട്രോൾ ലീക്ക്. ഇത് ലീക്കായിട്ട് താഴത്തേക്ക് ഇറ്റൊന്നുമില്ല. ഇതിങ്ങനെ സ്പ്രെഡായിട്ട് ഇങ്ങനെ ചെറിയ ഹോളായിട്ട് അതിൽ കൂടെ ഇങ്ങനെ ചെറിയതായിട്ട് തൂറ്റി പോകുക എന്നല്ലാതെ ആവിയായിട്ടാണ്ട് പോകും. താഴത്തേക്ക് ഇറ്റ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ പെട്രോള് ഇങ്ങനത്തെ ഒരു ലീക്ക് കൊണ്ട് നമുക്ക് ഒരുപാട് മൈലേജ് ഷോട്ട് വരാൻ സാധ്യതയുണ്ട്. പിന്നെ പെട്രോളിൻ്റെ സ്മെല്ല് നന്നായിട്ട് വരും. അപ്പോൾ പെട്രോൾ സ്മെല്ല് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതാണ്. മറ്റേത് മൈലേജ് ഷോട്ട് പെട്രോൾ ലീക്ക് ഉണ്ടായതുകൊണ്ടാണെന്ന് മനസ്സിലായി. പെട്രോളിൻ്റെ സ്മെല്ല് പുറമേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഏത് വണ്ടിയാണെങ്കിലും പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ അത് ലീക്ക് ഉണ്ടായതുകൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ പെട്രോൾ പൈപ്പ് നമുക്ക് മാറ്റേണ്ട ആവശ്യം വരുന്നില്ല. ഈ പെട്രോൾ പൈപ്പ് മാറ്റാതെ നമുക്ക് അതുപോലത്തെ കണക്ടറുകൾ കിട്ടും. ഓരോ MM-ൽ ഇത് 8 mm, അതേമാതിരി ഈ മാക്സിമോ അങ്ങനെയുള്ള ദോസ്ത്, ഇതിനൊക്കെ പൈപ്പുകൾ ഇപ്പോൾ വരുന്നത് ഇതുപോലത്തെ ഫൈബറിൻ്റെ പൈപ്പുകളാണ്. ഇപ്പോൾ ശരിക്കും എവിടെ നിന്നാണോ വരുന്നത് അവിടെ കട്ട് ചെയ്തിട്ട് ഇത് ജോയിൻ്റ് ചെയ്യുക. നമ്മൾ ഈ പൈപ്പ് ഒരുപാട് ലെങ്ത്ത് ഉണ്ട്. ഇത് ഊരിയെടുക്കാനും നമ്മൾ ടാങ്കൊക്കെ അയക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അതിനൊന്നും ഒരു ആവശ്യമില്ല. നമുക്ക് ഈ കണക്ടർ ഉപയോഗിച്ചിട്ട് ഇത് സ്പെയറിലൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചെറിയ പൈസകൾ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അവിടെ ജോയിൻ്റ് ചെയ്യുക. ഈ നീല ഭാഗം ഒന്ന് പ്ലസ് ചെയ്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് ഊരിപ്പോരും ചെയ്യും. അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്തതിന് ശേഷം അത് ഊരിപ്പോരില്ല എന്നുള്ളൊരു വിചാരമൊന്നും വേണ്ട. ആ നീല സംഭവം അങ്ങോട്ട് നെക്കി ഉള്ളിലേക്ക് തള്ളിയിട്ട് വലിച്ചു കഴിഞ്ഞാൽ കണക്ടർ ഊരി മാറ്റും ചെയ്യുക. പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്തുനിന്ന് ഒരിക്കലും ലീക്ക് വരില്ല. ഇതുപോലെ ലീക്കായിട്ട് ഡീസൽ ലീക്കാണെങ്കിലും പെട്രോൾ, ഇപ്പോൾ എല്ലാ വണ്ടികൾക്കും ഇപ്പോൾ റബ്ബറിൻ്റെ പൈപ്പ് ഒഴിവാക്കിയിട്ട് ഇതുപോലത്തെ ഫൈബറിൻ്റെ പൈപ്പാണ് വരുന്നത്. ഫൈബറിൻ്റെ പൈപ്പ് വരുന്ന എല്ലാ വണ്ടികൾക്കും ഇതുപോലെ പല MM-ലും ഈ സംഭവം കണക്ടർ കിട്ടും. എത്രയാണ് നമ്മൾ അളവ് നോക്കിയതിന് ശേഷം വാങ്ങിക്കുക. ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തെ പ്രശ്നം പരിഹരിക്കുക. ഒരിക്കലും ഒരുപാട് എമൗണ്ട് ആ പൈപ്പിന് വരും. അത്ര എമൗണ്ട് ചിലവാക്കി ആ പൈപ്പ് മാറ്റേണ്ട ആവശ്യമില്ല. ചതവുകളൊക്കെ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കട്ട് ചെയ്ത് ഒഴിവാക്കി ലെങ്ത്ത് ചെറുതാകുമ്പോഴൊക്കെ നമുക്ക് ആ പൈപ്പ് മാറ്റേണ്ടി വരുള്ളൂ. ചെറിയ ചെറിയ ഹോളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പൈപ്പുകൾ മാറ്റേണ്ട ആവശ്യമില്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.